പ്രേക്ഷകരെ നമ്മൾ ഒരു ശതമാനം പോലും കുറ്റം പറയില്ല. അവർക്ക് നല്ലത് ഒരു കഴിയാവുന്നതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്താൽ അത് അതിനുള്ള തിരിച്ചു കിട്ടുന്നു എന്നുള്ളതിൻ്റെ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ ഇപ്പോൾ സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുന്ന അവർക്കൊരു എക്സ്പെക്റ്റേഷൻ അത് ഈ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഇല്ല. അങ്ങനെ ഒരു വാക്കുണ്ട്, എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നൊരു വാക്കാണ്. പക്ഷെ അത് ഏത് രീതിയിലാണെന്നുള്ള അർത്ഥം നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നതിലും വളരെ താഴെയാണ് ആ സിനിമയെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വിചാരിച്ച അത്രയോ അതിൻ്റെ മുകളിലാണെങ്കിൽ അവർ വളരെയധികം സന്തോഷവാന്മാരാകും. ഈ എക്സ്പെക്ടേഷൻ്റെ റിസ്ക് എപ്പോഴും ഉണ്ടല്ലോ. അല്ല, എക്സ്പെക്ടേഷൻ എന്നുള്ള വാക്കില്ല, എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ വിചാരിച്ചതുപോലെ ഇല്ല. ഈ ഞാൻ എന്ന് പറയുന്ന എത്രയോ ഞാൻ കൂടിച്ചേരുമ്പോഴാണ് സത്യമായിട്ട് തന്നെ പറയണ്ട. ഈ ശ്രീനിവാസനെ അതിനകത്ത് കൊണ്ടുവരാതിരുന്നത് ഈ ഇങ്ങനെ എക്സ്പെക്ടേഷൻ കൂടി പോകും. സത്യമാണ്. കാര്യം ശ്രീനിവാസൻ ഈ കഥയിൽ ശ്രീനിവാസന് ചെയ്യാവുന്ന വേഷമില്ല പ്രധാനമായിട്ട്. അപ്പോൾ അതിലേത് വേഷം വേറെ ചെയ്താലും ശ്രീനിവാസനും മോഹൻലാലിൻ്റെ ടീമുള്ള സിനിമയിൽ ശ്രീനിവാസന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളൊരു പരാതി കേൾക്കേണ്ടി വരും. അപ്പോൾ ഒക്കെ പ്രതീക്ഷിച്ച പോലെ ആയില്ല എന്ന് തോന്നേണ്ട കാര്യമില്ലല്ലോ. ശ്രീനിവാസനെ വെച്ച് ഇനിയും ചെയ്യാനുള്ള അവസരം കിടക്കുന്നു. ഞാനും ശ്രീനിവാസനും മോഹൻലാലായിട്ടുള്ള സിനിമ ഇനിയും ഉണ്ടാവാം. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം, ഈ സിനിമയുടെ ഒരു സക്സസ്ഫുൾ, ഞാൻ സത്യനോട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു അതെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒരു വളരെ അണ്ടർ കറണ്ട് അല്ലെങ്കിൽ വളരെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂമറോ അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു അംശം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹം അർഹിക്കുന്നവർ അല്ലെങ്കിൽ സ്നേഹം നിഷേധിക്കപ്പെട്ടവർ രണ്ടുപേരുണ്ട്. നിഷേധിക്കപ്പെട്ടവരുണ്ട്, അർഹിക്കുന്നത്. അവർ കൂടിച്ചേരുന്ന പല ലെയറിലാണ്. അപ്പം പലതരത്തിലുള്ള സ്നേഹങ്ങൾ. അപ്പം ആ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരിക്കും ഈ സിനിമയുടെ വിജയം. അതിനെ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പറയുന്നത്. ആ സിനിമയിൽ ആ സ്നേഹത്തിൻ്റെ ആ കഥയിൽ ആ സ്നേഹത്തിൻ്റെ പിന്നെ അനുരണനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ അനുഭവിച്ചത്? അല്ല, നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഗോപിച്ചേട്ടനുമായിട്ടുള്ള സീൻ അല്ലേ, നമുക്ക് പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന പലരും പറയാറുണ്ട് ഇതൊരു ന്യൂക്ലിയർ ഫാമിലിയാണ് അല്ലെങ്കിൽ പണ്ടിങ്ങനെയാണ് തെറിച്ച്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കൈക്കുള്ളിൽ തന്നെയാണ് സ്നേഹം. നമുക്ക് നമ്മുടെ അച്ഛനെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ അവരെയൊക്കെ വിട്ടിട്ട് സഹോദരനെയും സഹോദരി അല്ലെങ്കിൽ മക്കളെയൊക്കെ വിട്ടിട്ട് പ്രേമചന്ദ്രൻ്റെ കൂടെ വന്ന് താമസിക്കുന്ന ബാലൻ മാസ്റ്റർ, അയാളെ ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകൻ നിഷ്ഠൂരനാണ്. അപ്പോൾ അതിനെ ഇഷ്ടപ്പെടുമ്പോൾ പലർക്കും അയ്യോ എൻ്റെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് അച്ഛനുണ്ടല്ലോ, അപ്പം ഞാനും ഇത് ചെയ്യണം. അങ്ങനെയൊക്കെ പല അറിയാതെ വളരെ ഒരു അബോധ മനസ്സിലൊക്കെ അത്തരത്തിലുള്ള വികാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പല രംഗങ്ങൾ. ഒരു മാനുഷിക ദയ എന്ന സാധനം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം അയാളെ തന്നെ ശപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കാര്യം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു മനസ്സുണ്ടായിപ്പോയി എനിക്ക്. അതാണ്. അപ്പോൾ അവനത് ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതെൻ്റെ ശീലമായി പോയി എന്ന് ക്യാരക്ടർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു കഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയെ അവളുടെ കഷ്ടപ്പാട് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ പ്രേമചന്ദ്രന് മാത്രം അത് മനസ്സിലേക്ക് എടുക്കുന്ന അവളെ സേവ് ചെയ്യണമെന്ന് തോന്നുന്നു. ആ ഒരു നന്മയ്ക്കാണ് അയാൾ അനുഭവിച്ചത് മുഴുവൻ. അല്ല, അപ്പം ഗോപിച്ചേട്ടൻ പറയുന്നുണ്ട് അത് പാടില്ലെന്നും ഇങ്ങനല്ല ഈ ലോകം. പക്ഷെ വീണ്ടും അയാൾ അതിലേക്ക് പോകുന്നതാണ്. അപ്പം അത് വീണ്ടും ഒരു കൺസിഡറിങ് എ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വേറെ ഒരു കാര്യം കൊണ്ടുണ്ട് വേണം. ഇപ്പം പലപ്പോഴും നല്ല സിനിമകൾ ഉണ്ടാവുന്നത് ഇത് എത്രത്തോളം ഉദാത്തമാണെന്നുള്ള രീതിയിൽ പറയുന്നില്ല. സത്യമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നൊരു വിഷയം കണ്ടെത്തുന്നത് ജീവിതത്തിലെ സത്യങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കാർപ്പൻ്ററുടെ വേഷത്തിൽ മോഹൻലാൽ വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ട് കുറേ കൊല്ലങ്ങളായി. ലാലിൻ്റെ അടുത്ത് ഞാനൊരു 12-15 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു കാർപ്പൻറ്റേഴ്സിൽ നിന്ന് വാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് മോഡേൺ പേരൊക്കെ ഉള്ള സുരേഷ് ആശാരി എന്നൊക്കെ പറയുന്നത്, സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞങ്ങളങ്ങനെ പലതും ഈ സിനിമയ്ക്ക് പുറത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് സിനിമയാവാത്ത വിഷയങ്ങളാണ് കൂടുതൽ. അപ്പോൾ ഒരു കാർപ്പൻ്റർ വേഷം എൻ്റെ മനസ്സിൽ മോഹൻലാലിനെ അങ്ങനെ മനസ്സിൽ കാണാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പത്രങ്ങളിലൊക്കെ വാർത്തകൾ കാണുന്നത് ഈ ബാലവേലയ്ക്ക് അന്യനാട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ട് 11 വയസ്സും 12 വയസ്സായുള്ള കുട്ടികൾ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാറ്. ഇപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ പേപ്പറിൽ പല സ്ഥലത്തും ചെറിയ തൊഴുത്തിലൊക്കെ കിടന്ന് കുട്ടികളെ വളർത്തുക, അസുഖമായാൽ ചികിത്സിക്കാതിരിക്കുക. തമിഴ്നാട് കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. ഇത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ സ്പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറും കൂടി കിട്ടിയപ്പോഴാണ് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഒരു ജീവിതത്തിൻ്റെ സത്യം ഉണ്ടാകുന്നു. സത്യമുള്ള സിനിമകൾ പരാജയപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്.